എവിടെ പോടാ? എടാ ഒന്നും പറയണ്ട, വീട്ടിൽ ഗ്യാസ് കയറുന്ന ഒരു ഗ്യാസ് കുറ്റി വല്ലതും കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഗ്യാസ് കുറ്റിയോ? എടാ ഇപ്പൊ ഗ്യാസ് കുറ്റിയൊക്കെ ഭയങ്കര ഷോർട്ടാടാ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുറ്റിയുള്ളത് തീരാറായിരിക്കുക. നീ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുക. അയ്യോ, ഞാനാണ് എന്നെ വിറകും മേടിച്ചില്ല, വിറകും തീർന്നിരിക്കുക. വീട്ടില് ഫുഡൊന്നും ഫുഡ് നീ ഹോട്ടലിൽ പോയി ഞാൻ ഏത് ഹോട്ടൽ തുറക്കാൻ ഞായറാഴ്ചയായിട്ട് ഞാൻ മൊത്തം പോയിട്ട് വരും. ശരിയാ, ഈ ഗ്യാസ് കിട്ടാനില്ലാത്തോണ്ടേ ഹോട്ടലുകളൊക്കെ മിക്കവാറും ഹോട്ടലുകൾക്ക് അവധിയാടാ. മിക്കവാറും ഹോട്ടലുകൾക്ക് അടച്ചേക്കുക. അപ്പൊ നീ ഫുഡൊന്നും ഉണ്ടാക്കില്ലല്ലേ? ഇല്ല, ഒന്നും വെച്ചില്ല വീട്ടിൽ, എല്ലാരും വിശന്നിരിക്കുക. എന്തോ ഒരു കാര്യം ചെയ്യും, നമുക്ക് മാവേലിക്കര വരെ പോകാൻ വരുന്നോ? നല്ല കിടിലം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. മാവേലിക്കര പുതിയാവ് പാലത്തിന് തൊട്ടിപ്പുറത്ത്, ആ മാവിന്റെ ഒക്കെ തൊട്ടിപ്പുറത്ത് നല്ല കിടിലം ഒരു സ്പോട്ട് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അവിടെ വാങ്ങിക്കാം. എന്താ വില ചിക്കൻ ബിരിയാണിക്ക്? അവിടെ ചിക്കൻ ബിരിയാണി 120 രൂപയേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇത്രയും ചിക്കൻ വില ഉള്ള സമയത്ത് 120 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി 120 രൂപ. നീ വാ, കാണിച്ചു തരാം. എന്നാ നമുക്ക് വാങ്ങിക്കാം അവിടെ. അപ്പൊ ദേ ഇവിടെയാണ് നല്ല നാടൻ ഹോം മെയ്ഡ് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാണ്? എന്റെ പേര് റബീസ് എന്നാണ്. ഹോം മെയ്ഡ് ബിരിയാണിയാണ് ഇവിടെ? അതെ, ഹോം മെയ്ഡ് ബിരിയാണിയാണ്. ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഇവിടെ ഒരു 4 മാസത്തോളമായി. ഇവിടെ പുറത്തൊക്കെ നല്ല അഭിപ്രായമാണല്ലോ ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച്. അതെ അതെ, മേടിച്ചോണ്ട് പോകുന്നവരാണ് കൂടുതലായിട്ട് ഇവിടെ വന്ന് കസ്റ്റമർ ആവുന്നത്. ആണല്ലേ? എത്ര റേറ്റ് എത്രയാണ് അതിന്? ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് 120-നാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. 120 ചിക്കൻ ബിരിയാണിയാ? ആ, ചിക്കൻ ബിരിയാണി. പിന്നെ എല്ലാ ഞായറാഴ്ചയും ബീഫ് ബിരിയാണി ഉള്ളതാണ്. ഇപ്പൊ ബീഫിന്റെ ഇപ്പൊ വിറകിനാണ്, നേരത്തെ ഗ്യാസിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഗ്യാസ് ഇല്ലല്ലോ, കിട്ടുന്നില്ല. ഇപ്പൊ ഗ്യാസ് കിട്ടുന്നില്ല, അതുകൊണ്ടിപ്പോ വിറകിലായോണ്ട് ചെയ്യുന്നോണ്ട് ബീഫിന്റെ ഇപ്പൊ ഒരു അടുത്ത ആഴ്ച മുതൽ കാണും. ബീഫിന്റെ കാണും. ബീഫിന്റെ ചിക്കൻ ബിരിയാണി ഉള്ളല്ലേ? ഇപ്പം ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ബീഫ് ബിരിയാണിക്ക് എത്രയാണ്? ബീഫ് ബിരിയാണി ഇപ്പൊ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് 130-നാണ്. പെരുന്നാൾ ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പെരുന്നാൾ വീട്ടിൽ തന്നെ ബീഫ് മേടിച്ചപ്പോ തന്നെ 500 രൂപയായി. ഇപ്പൊ അടുത്ത നമുക്ക് എത്രന് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ബീഫിന്റെ വില. എവിടെ സ്ഥലം എവിടെ നമ്മുടെ? എന്നെ രണ്ടാംകുറ്റി കായംകുളം അല്ലേ? അവിടുന്ന് വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരുവാ? ആ, വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരും. ഞാന്, വൈഫ്, ഉമ്മായും വൈഫും എന്നെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് സെയിൽ? എങ്ങനെയുണ്ട് സെയിൽ? നല്ലതാണ്, കുഴപ്പമില്ല. കൊണ്ടുവരുന്ന എല്ലാം തീരുന്നുണ്ട്. കൂടുതലും ഒരു 1.5-2 മണിക്ക് മുമ്പായിട്ട് തന്നെ തീർന്നു. എത്ര ഒരു ചെമ്പുള്ളൂ? ഇപ്പം ബീഫ് ഇല്ലാത്ത ഇപ്പൊ തീരാറായി. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് കച്ചവടം നടന്നതാണ്. ഇത്ര കഴിയാറായി അല്ലേ? കഴിയാറായി. ഇനി ഇത് കൂടെ ഒരു ചെമ്പ് കൊണ്ടുവന്നതാണ്. നമ്മൾ എത്ര മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണി മുതലാണ്. വെള്ളിയാഴ്ച ഇല്ല. വെള്ളിയാഴ്ച ഇല്ല. അപ്പൊ വെള്ളിയാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ 11 മണി മുതൽ എത്ര മണി വരെയാണ്? ഇത് തീരും വരെയാണ്. ടൈം പറയാനൊക്കത്തില്ല. ഇല്ല, കൂടുതൽ ഒരു 1.5-2 മണിയാകുമ്പോഴത്തേക്ക് കഴിയും, കംപ്ലീറ്റ് തീരും. ഇപ്പൊ ഓർഡർ അനുസരിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുമോ? ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാർട്ടി, ഓഫീസിലെ ഫംഗ്ഷന്, കോൺക്രീറ്റിന്റെ എല്ലാം നമുക്ക് ഓർഡർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 25-ാം തീയതി ഓർഡർ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്തു. കസ്റ്റമറുടെ ഇതാണ്, നമുക്ക് ദമ്മിട്ട് പാത്രത്തിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ ദമ്മിട്ട് കൊടുക്കും, അല്ലെങ്കിൽ പൊതിഞ്ഞാണ് കൊടുക്കണ്ടെങ്കിൽ പൊതിഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് കസ്റ്റമർ നമ്മളടുത്ത് പറയുന്ന ആ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ റേറ്റ് തന്നെയാണോ? റേറ്റ് വ്യത്യാസം വല്ലതും വരുമോ? അത് നമ്മൾ ഫംഗ്ഷനെ കൊടുക്കുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് കൊടുക്കുന്ന പോലല്ലോ, അതാകുമ്പോ നമുക്ക് മസാല കൂടുതൽ വെച്ച് കൊടുക്കേണ്ടി വരും, റൈസ് കൂടുതൽ വേണ്ടി വരും. അപ്പൊ നമ്മള് ഇതിന് കൊടുക്കുമ്പോ നമുക്ക് ഒരു കണക്കുണ്ട്. പിന്നെ ഫംഗ്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മള് കല്യാണ ബിരിയാണി പോലെ തന്നെ സെയിം അല്ലേ? കല്യാണത്തിന് കഴിക്കുന്ന ബിരിയാണി പോലെ തന്നെയാണല്ലേ? അതെ, നമ്മള് ഇത് പച്ചക്ക് തന്നെയാണ് വെക്കുന്നത്, വറുത്തിട്ടല്ലേ വെക്കുന്നത്. എനിക്ക് വറുത്ത് വെക്കുന്നതിന് എനിക്ക് ഇതില്ല. പച്ചക്ക് വെക്കുവാന്ന് എന്റെ മസാലയും കാര്യങ്ങളെല്ലാം ആ മീറ്റിനകത്ത് പിടിക്കും. ചിക്കൻ വരും? 2 പീസ് ചിക്കനാണ് വരുന്നത്. 2 പീസ് ചിക്കൻ? അതെ, 2 പീസ് ചിക്കനും നല്ല ക്വാണ്ടിറ്റിയിലുള്ള റൈസുമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് ഇവർ കൊടുക്കുന്നത്. കഴിക്കുന്നവരുടെ വയറും നിറയണം, മനസ്സും നിറയണം എന്നാണ് ഇവർ പറയുന്നത്.
ഇവിടെ ഒരു ഫാമിലി ബിരിയാണി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് അവരുടെ അഭിപ്രായം ചോദിക്കാം. നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരുന്നോ? വാങ്ങിച്ചിട്ടുണ്ടോ? നേരത്തെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ന് എത്ര എണ്ണം വാങ്ങിച്ചു? ഇന്ന് 4 എണ്ണം വാങ്ങിച്ചു. ബിരിയാണിയോട് എന്തൊക്കെയുണ്ട് കൊടുക്കുന്നുണ്ട്? ഇതിനോട് കൊടുക്കുന്നത് സലാഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഹോം മെയ്ഡ് നാരങ്ങ അച്ചാറും കൊടുക്കുന്നു. ഹോം മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന? വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അച്ചാറിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, ഇതിനോട് കൊടുത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിപ്പോ നമ്മള് തീർന്നിരിക്കുകയാണ്. ഇപ്പൊ 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വരും. ഇവിടുന്ന് ബിരിയാണി സ്ഥിരം വാങ്ങിക്കുന്നതാണോ? ഞാനിപ്പോ ആശുപത്രിയിൽ ഇവിടെ മാവേലിക്കര ആശുപത്രിയില ഹസ്ബൻഡ് അവിടെ അഡ്മിറ്റ്. അന്നേരം ചോറ് കിട്ടിയില്ല, ഒരു വട്ടം വന്നായിരുന്നു. നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ബിരിയാണി? നല്ല ടേസ്റ്റാ, നല്ല ബിരിയാണി. ഇറച്ചിയൊക്കെ തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ? ഹസ്ബൻഡ് പറഞ്ഞു കൊള്ളാം, സൂപ്പറാണ്. എന്നും കടയിൽ ഇതുപോലെ തോനെ കിട്ടിയിട്ടില്ല, കൂടുതൽ കിട്ടത്തില്ല. ഓക്കെ, ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലേ? കൂടുതലുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? ടേസ്റ്റും ഉണ്ട്. ഓക്കെ, സ്ഥിരം കസ്റ്റമർ ആണോ? പിന്നെ ഇവിടുത്തെ എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ ബിരിയാണിയാ. ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട് ഇവിടുത്തെ? സൂപ്പറാണ്. രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഒരു ബിരിയാണി കഴിക്കാം. സൂപ്പറാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളി. സ്ഥിരം മേടിക്കുന്നത്. അപ്പൊ അതിന് സാധനം കിട്ടിയല്ലോ. സാധനം കിട്ടി. അപ്പോൾ മാവേലിക്കര വഴി പോകുന്നവരൊക്കെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. നല്ല കിഡിലം ഹോം മെയ്ഡ് ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാവേലിക്കര പുതിയ പാലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ.